മീഡിയ നെറ്റിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും കാഴ്ചപ്പാടിലേക്ക് സ്വാഗതം. നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് നാഷണൽ ഹൈവേയുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങളുടെ തടസ്സങ്ങളാണ്. നാം നേരിടുന്ന പ്രധാന പ്രതിസന്ധി നേരിമംഗലം മുതൽ വാളറ വരെയുള്ള 14.5 കിലോമീറ്റർ വനപ്രദേശത്തെ റോഡ് നിർമ്മാണമാണ്. ഇനിയും അതിന് പരിഹാരമായിട്ടില്ല. ബഹുമാനപ്പെട്ട കോടതി, ഗവൺമെൻറ് എല്ലാം ഇടപെട്ടിട്ടും തർക്കവിതർക്കങ്ങളിലൂടെ പല ന്യായങ്ങൾ പറഞ്ഞ് ചില കുതന്ത്രങ്ങൾ മെനഞ്ഞ് അത് ഇപ്പോഴും തടസ്സപ്പെട്ട് കിടക്കുന്നു. നാം സഞ്ചരിക്കുന്ന റോഡ് ഗതാഗത യോഗ്യമല്ലാതായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ദുരവസ്ഥയാണ്. ഇതിനുള്ള പരിഹാരമെന്ത്? സമരത്തിൻ്റെ വക്കിൽ നിന്നും ശ്രീ റസാഖ് ചൂരവേലി. ഇന്നിപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്കെത്തിയിരിക്കുന്നത് ശ്രീ റസാഖ് ചൂരവേലി. അദ്ദേഹം പലവട്ടം പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അതീവ പ്രാധാന്യമുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം എത്തിയിരിക്കുന്നത് നമ്മുടെ റോഡുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് NH-ൻ്റെ നേരിമംഗലം മുതൽ വാളറ വരെയുള്ള പ്രദേശത്തെ റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട്, അതിൻ്റെ തടസ്സങ്ങളുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അദ്ദേഹം നാഷണൽ ഹൈവേ സംരക്ഷണ സമിതിയുടെ ജനറൽ കൺവീനർ കൂടിയാണ്. സ്വാഗതം സാർ. സാർ, വളരെ പരിതാപകരമായ, വേദനാജനകമായ ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ ഹൈറേഞ്ച് ജനത കടന്നു പോകുന്നത്. എത്രയോ വർഷങ്ങളായി നിലവിലുള്ള ആലുവ മൂന്നാർ റോഡ്, പ്രത്യേകിച്ച് മൂന്നാറുമായി ബന്ധപ്പെട്ടൊരു വിനോദസഞ്ചാര മേഖല എന്ന നിലയിൽ ലോക വിനോദസഞ്ചാര ഭൂപടത്തിൽ അടയാളപ്പെടുത്തപ്പെട്ടതാണ്. റോഡ് പണി തീർച്ചയായിട്ടും അതിൻ്റെ വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നടന്നു വന്നു, നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് നടന്നപ്പോൾ നമ്മൾ ഹൈറേഞ്ചുകാർക്ക് വലിയ ആഹ്ലാദമായിരുന്നു. പക്ഷേ നിലവിൽ ഒട്ടേറെ പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാണ് 14 കിലോമീറ്റർ റോഡ്. അങ്ങയുടെ നേതൃത്വത്തിൽ അങ്ങുമായി ബന്ധപ്പെട്ടും മറ്റു പലരുമായി ബന്ധപ്പെട്ടും വലിയ സമര പരിപാടികളിലേക്ക് കടക്കുകയാണ്. എന്താണ് നിലവിലെ അവസ്ഥ? വളരെ ഒരു സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു നടപടി എടുത്താൽ വളരെ സിമ്പിളായി തീരാവുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മൾ മുൻപ് ചർച്ച ചെയ്യുമ്പോൾ കേരള ഹൈക്കോടതിയുടേതായ വലിയ തടസ്സങ്ങൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഇന്നാ വക പ്രശ്നങ്ങളില്ല. കേരള സർക്കാരിന് തീരുമാനിക്കാവുന്ന, അതിന് വേണ്ടത്ര സകല രേഖകളുമായിട്ട് ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ്. പക്ഷെ എന്തുകൊണ്ടോ അത് ചെയ്യുന്നതിന് തയ്യാറാകുന്നില്ലെന്ന് മാത്രമല്ല, അതിന് ഒരു സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത, യുക്തിസഹമല്ലാത്ത ഒട്ടേറെ വാദഗതികൾ പ്രചരിപ്പിച്ച് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ഒരു സിറ്റുവേഷനാണ് കാണുന്നത്. അതെന്തുകൊണ്ട് എന്ന് ഞങ്ങൾക്കും ഈ പറയും പോലെ മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് സത്യം. ഒരു 4 മാസങ്ങൾക്കപ്പുറം കോടതി ഈ 14 കിലോമീറ്ററിൽ റോഡ് പോകുന്ന ഭാഗം റവന്യൂ ഭൂമിയായി അതിൻ്റെ ഇടതും വലതും ഭാഗത്തു നിന്ന്, അതായത് 50-50 അടി വീതം 100 അടി പണ്ടേ റവന്യൂ ആയി പ്രഖ്യാപിച്ച് കിടക്കുന്ന ഈ ഫലം ഒന്നുകൂടി ഗവൺമെൻറ് റവന്യൂ ഭൂമിയായി പ്രഖ്യാപിച്ച് വിട്ടുകൊടുക്കണം എന്ന് കോടതി ഉത്തരവിട്ടിരുന്നു. തീർച്ചയായിട്ടും. അതായത് ഈ ജയചന്ദ്രൻ എന്ന് പറയുന്ന ഹർജിക്കാരൻ്റെ വാദം ഒരു ഘട്ടത്തിൽ ഗവൺമെൻറ് അംഗീകരിച്ചതാണ് ആദ്യത്തെ പ്രതിസന്ധിക്ക് കാരണം. അത് ജയേന്ദ്രൻ വനമാണെന്ന് പറഞ്ഞ് മുന്നോട്ട് വെച്ച ഗവൺമെന്റ് അംഗീകരിച്ചോ, കോടതി അംഗീകരിച്ചോ? ഗവൺമെന്റ് അംഗീകരിച്ചു. അതായത് ജയചന്ദ്രൻ പറയുന്നു ഇത് മുഴുവൻ വനമാണ്, ഇവിടെ റോഡില്ല, വനമാണ്. ആ വാദത്തെ സ്റ്റേറ്റ് ഗവൺമെന്റ് അംഗീകരിച്ചു കൊടുത്തതിലൂടെയാണ് ആദ്യത്തെ കോടതി വിധി നമുക്കുണ്ടാവുന്നത്. അതേസമയം പിന്നീട് ഈ തെറ്റ് തിരുത്തിക്കൊണ്ട് പുതിയ അഫിഡവിറ്റ് കോടതിയിൽ നൽകി. നൽകുമ്പോൾ ഇത് വനമല്ലെന്നും ഇന്ന രേഖകൾ, ഏതാണ്ട് 4ഓളം രേഖകൾ ചൂണ്ടിക്കാണിച്ചാണ് ചീഫ് സെക്രട്ടറി അഫിഡവിറ്റ് കൊടുത്തത്. രേഖകൾ ചൂണ്ടിക്കാണിച്ചുള്ളൂ, കോടതിയിൽ സമർപ്പിച്ചില്ല. അപ്പോൾ ഈ റോഡിന്റെ പ്രാധാന്യം, അടിയന്തര പ്രാധാന്യം മനസ്സിലാക്കി കോടതി പറഞ്ഞത് ബോധ്യപ്പെടുത്തേണ്ട രേഖകൾ കോടതിയിൽ വെച്ചില്ല എന്നത് കൊണ്ട് മാത്രം കോടതി അനിശ്ചിതമായി ഈ വിഷയം നീട്ടിക്കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് ബോധ്യപ്പെട്ട ചീഫ് സെക്രട്ടറി അടിയന്തരമായി നടന്നുകൊണ്ടിരിക്കുന്ന വർക്ക് തുടരാൻ ഉത്തരവിടുക, ഏറ്റവും അടിയന്തരമായി എന്ന് വെച്ചാൽ പിറ്റേന്ന് തന്നെ എന്ന ഭാവത്തിലാണ് ആ ഉത്തരവിന്റെ ഭാഗം കിടക്കുന്നത്. തുടർന്ന് ഈ റോഡ് സമ്പൂർണമായി പരിശോധിച്ച് ഈ സർവേയുമായി ബന്ധപ്പെട്ട അടയാളപ്പെടുത്തലുകളും അതിൻ്റെ സ്കെച്ചുകളും അതുപോലെ തന്നെ ഈ അനുബന്ധമായി ഉണ്ട് എന്ന് പറയപ്പെടുന്ന സകല രേഖകളും ചേർത്ത് 100 അടി ഉറപ്പാക്കി
100 അടി ഉത്തരവ് ചീഫ് സെക്രട്ടറി തന്നെ രണ്ടാമത് ഇടുക 2 മാസത്തിനകം. ഈ ചീഫ് സെക്രട്ടറി നേരിട്ട് കോടതിയിൽ ഹാജരായ സമയത്തല്ലേ കോടതി ഇപ്രകാരം ഇങ്ങനെ പറഞ്ഞു? അതെ, ഇല്ല, നേരിട്ട് ഹാജരായില്ല, AG വഴി ഹാജരാണ്. അപ്പോ അങ്ങനെ കോടതി 2 ഘട്ടങ്ങളായിട്ട് ഉത്തരവിടാനാണ് പറഞ്ഞത്. ആ 2ാം ഉത്തരവ് ഇട്ടതിന് ശേഷം കോടതിയിൽ ഇത് ഹാജരാക്കാൻ, ഇതിന്റെ എല്ലാ രേഖകളും ഹാജരാക്കാൻ പറഞ്ഞു. അതോടൊപ്പം കോടതി ഒരു കാര്യം പറഞ്ഞത്, ഇതിൽ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ 1961 വന നിയമം അനുസരിച്ച് നടപടി എടുക്കും എന്ന് കോടതി പറഞ്ഞു. അവിടെ ഇദ്ദേഹം ഭയപ്പെട്ടു എന്ന് പറയുന്നു. ഇതിനേക്കാൾ എത്രയോ ഭീകരമായ സുപ്രീം കോടതി വിധികളെ നിഷേധിക്കാൻ ഒരു മടിയില്ലാത്ത കേസുകാരാ, പ്രത്യേകിച്ച് കേരളത്തിൽ. സുപ്രീം കോടതിയെ പോലും നിഷേധിക്കാറുണ്ട്. ഹൈക്കോടതിയിലെ ആയിരക്കണക്കിന് വിധികളെ പുച്ഛത്തോടെ മാറ്റി നിർത്തിയിരിക്കുന്ന ഒരു കക്ഷികളെ അവര്. അപ്പൊ അവർ ഭയപ്പെടുന്നു എന്നുള്ളത് തന്നെ ഒരു വ്യാജ പ്രസ്താവനയാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ആരാണ് ഭയപ്പെടുന്നു എന്ന് പറയുന്ന ഒരു പ്രചരണം ഇവിടെ നടത്തുന്ന പ്രചരണമാണ്. ഇവിടുത്തെ ഭരണകൂടത്തോട് ചേർന്ന് നിൽക്കുന്നവർ ഇവിടെ വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ട് ചീഫ് സെക്രട്ടറിക്ക് കുഴപ്പം വരും, അതാണ് വിഷയമെന്ന്. ഒരു ചീഫ് സെക്രട്ടറിക്കും ഒരു കുഴപ്പവും വരാനില്ല. ഈ രാജ്യത്തെ കോടതികളെയൊക്കെ എത്രമാത്രം പരിഗണിക്കുന്നുണ്ടെന്ന് നമുക്കെല്ലാം പല വിധികളും ഇത്ര പുച്ഛത്തോടെയും നിഷേധത്തോടെയും കാണുന്ന ഒരു സംവിധാനം കേരളത്തിൽ മാത്രമേ കാണാൻ വഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരൊന്നിനെയും ഭയപ്പെടാറില്ല. ഇവരെ ഒരു കാര്യത്തിന് ശിക്ഷിക്കാറുമില്ല. അഥവാ ശിക്ഷിച്ചാൽ ഒരു 25 ലക്ഷം കേസുകൾക്കിടയിൽ 1-2 കേസിലെ ശക്തമായി കോടതി ഇവർക്കെതിരെ വരാറുള്ളൂ. കാരണം അതെന്തുകൊണ്ടോ കോടതികളും ഇവരെ ഭയപ്പെടുന്നുണ്ടെന്നാണ് ഞങ്ങളൊക്കെ മനസ്സിലാക്കുന്നത്. ഇതിന്റെ പിന്നിൽ ഈ സർക്കാരിന്റെ നയം എന്താണ്? ഈ ചീഫ് സെക്രട്ടറിയോടുള്ള കോടതിയുടെ നിർദ്ദേശം വളരെ മൗനമായി, അത് പ്രത്യേകിച്ച് അതിനകത്ത് യാതൊരു നിരുത്തരവാദിത്തപരമായി പെരുമാറുന്ന ഈ ചീഫ് സെക്രട്ടറിയോടുള്ള സർക്കാരിന്റെ സമീപനം എന്താണ്? ഇവിടെ 2 കാര്യങ്ങൾ നമ്മൾ വളരെ വ്യക്തമാക്കി പോകേണ്ടതുണ്ട്. ഒന്ന്, ഫോറസ്റ്റിന് മേൽ സർക്കാരിന് അധികാരമില്ല എന്നുള്ളൊരു വിശ്വാസ പ്രമാണം നമ്മൾ വെച്ച് പുലർത്തുന്നുണ്ട്. കേരളത്തിലെ ഫോറസ്റ്റ് എന്ന് പറയുന്നത് 100% കേരള സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ കീഴിലാണ്. അതിന്റെ നിയമ നിർമ്മാണങ്ങൾ, അതിന്റെ ചട്ട നിർമ്മാണങ്ങളെല്ലാം സ്റ്റേറ്റാണ് നടത്തിയിട്ടുള്ളത്. കേന്ദ്ര വന നിയമം എന്ന് പറയുന്നത് കൺകറന്റ് ലിസ്റ്റാണ്. ഇപ്പൊ വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റാണ്. 88ഓളം കാര്യങ്ങൾ കൺകറന്റ് ലിസ്റ്റിൽ വരും. അതിൻ്റെ അകത്ത് പല കാര്യങ്ങളും, നമ്മുടെ പല വകുപ്പുകളും അതിനകത്ത് കയറി വരുന്നുണ്ട്. ആ കൺകറന്റ് ലിസ്റ്റിൽ വരുന്നതിന് കേരളത്തിന് അധികാരമില്ലാതെ നമ്മൾ മറ്റുള്ള കാര്യത്തിൽ പറയുന്നില്ലോ, എന്തേ വനത്തിൽ മാത്രം പറയുന്നത്? അതൊരു അടവാണ്, ഒഴിഞ്ഞു നിൽക്കാനുള്ള ഒരു അടവ് മാത്രമാണ്. കൃത്യമായിട്ടും 100% അതല്ലേ കേന്ദ്ര ഗവൺമെന്റിനെ കക്ഷിയാക്കി ഈ കേസിൽ കോടതി. കേന്ദ്ര ഗവൺമെന്റ് വനം പരിസ്ഥിതി മന്ത്രാലയം രേഖാമൂലം എഴുതി കൊടുത്തു. കാരണം ഭൂമിയുടെ സ്റ്റാറ്റസ് കറക്റ്റ് ചെയ്യേണ്ടത് സ്റ്റേറ്റ് ആണ്. അതെങ്ങനെ ചെയ്താലും കേന്ദ്രത്തിന് യാതൊരു പ്രശ്നമില്ലെന്ന് കോടതി അഫിഡവിറ്റ് കൊടുത്തു. അതാണ് അവരെ ഒഴിവാക്കിയേക്കണം കേസിൽ നിന്ന്. മറ്റൊന്ന്, ഏതൊരു ഹൈവേ, കേന്ദ്ര ഹൈവേ എവിടെ കേരളത്തിൽ വരുന്നോ ഭൂമിയുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും ക്ലിയർ ചെയ്ത് കൊടുക്കേണ്ടത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. അല്ലാതെ അതിന് കേന്ദ്രത്തിന് ഉത്തരവാദിത്വം ഇല്ല. അതിനകത്ത് വനം ആണെന്നോ അല്ലെന്നോ, ഇനി ആണെങ്കിൽ അതിന്റെ നിയമവശങ്ങൾ ഉണ്ട്. ആ നിയമവശങ്ങളെ മറികടക്കുന്നതിനുള്ള വഴികൾ തെളിച്ചു കൊടുക്കേണ്ടത് സ്റ്റേറ്റാണ്. ആ സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തമാണ്. ഇതിനെ സംബന്ധിച്ച് നമുക്ക് ഒട്ടേറെ തെളിവുകൾ പിന്നെയും കിട്ടിയിട്ടുണ്ട്. ഇപ്പം അങ്ങ് സൂചിപ്പിച്ചതുകൊണ്ടാണ്, അങ്ങേക്കറിയാലോ, ഈ NH കടന്നു പോകുന്ന കേരളത്തിലൂടെ മാത്രമല്ല, ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലൂടെയൊക്കെ NH കടന്നു പോകുന്നുണ്ട്. അവിടെയൊക്കെ വനപ്രദേശങ്ങളുണ്ട്. അവിടെ മറ്റ് സ്റ്റേറ്റുകൾക്ക് ഇതൊന്നും ബാധകമല്ലേ? അല്ല, അവിടെ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ സ്വാഗതം ചെയ്യുക, വഴി വരുമ്പോൾ സ്വാഗതം ചെയ്യുന്നു. അതിന്റെ വഴിയുടെ എല്ലാ ഉത്തരവാദിത്വവും സ്റ്റേറ്റ് ഗവൺമെന്റ് ചെയ്തു കൊടുക്കുക ചെയ്യുന്നത്. ഇവിടുത്തെ പ്രശ്നം, ഇവിടെ നമുക്ക് മലയോരങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമുള്ളൂ, അല്ലാത്തടത്ത് പ്രശ്നമില്ല. ഇപ്പൊ കടലിൽ പോലും ചെയ്യുന്നതിന് ഒരു വിഷയമില്ല, പാരിസ്ഥിതിക പ്രശ്നമില്ല. നമുക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, ഫോറസ്റ്റിന് സമ്പൂർണ്ണ അധികാരം സ്റ്റേറ്റ് ഗവൺമെന്റിലാണ്. സമ്പൂർണ്ണ അധികാരം ഗവൺമെന്റിനാണ് ഇതിൻ്റെ അകത്തല്ല. നമ്മൾ പറയുന്നത് ചീഫ് സെക്രട്ടറി, അഡീഷണൽ, അവരല്ലല്ലോ. ഗവൺമെന്റ് നയങ്ങളെ, രാജ്യത്തെ നിയമങ്ങളെ കറക്റ്റ് ചെയ്തുകൊണ്ട് ഈ കാര്യങ്ങൾ നടത്തിപ്പുകാർ മാത്രമല്ലേ അവര്. സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ നയമാണ് ചീഫ് സെക്രട്ടറി പറയുന്നത്. അല്ല, ചീഫ് സെക്രട്ടറിക്ക് സ്വന്തമായിട്ട് അഭിപ്രായം തരാം, അയാളൊരു ഉദ്യോഗസ്ഥൻ മാത്രമാണ്. ഇവിടെ സ്റ്റേറ്റ് ഗവൺമെന്റിന് നമ്മളോടുള്ള ഒരു വിരുദ്ധ നയം, ഒരു വിരുദ്ധ നിലപാട് അതെന്തായിരിക്കുമെന്നാണ് അങ്ങ് കരുതുന്നത്? തീർച്ചയായിട്ടും പരിസ്ഥിതി കാർബൺ ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കളിയുടെ ഭാഗമായത്. അത് സ്റ്റേറ്റ് ഗവൺമെന്റ് ഭാഗമാണ്, അത് സെൻട്രൽ ഗവൺമെന്റുമായിട്ടുള്ള പ്രശ്നം അല്ല. ഇപ്പൊ നമുക്ക് കാർബൺ ഫണ്ടുമായി ബന്ധപ്പെട്ട മുഴുവൻ ഫണ്ടും ഡയറക്റ്റ് ആണ്, സ്റ്റേറ്റ് ഗവൺമെന്റ് ഡയറക്റ്റ് ആണ്. കേന്ദ്രവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഫണ്ടിൽ വിഹിതം കിട്ടും നമ്മൾ ഏതെങ്കിലും പ്രൊജക്ട് ചെയ്താൽ. പക്ഷെ അല്ലാതെ വരുന്നത്, ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ ഒരു മാസം മുമ്പ് അന്താരാഷ്ട്ര മലയാളി സമ്മേളനം അല്ലേ, ഒരു കേരള ഒരു സമ്മേളനം നടന്നിട്ടുണ്ട് ഇവിടെ വെച്ച്, ദാവൂസിൽ വെച്ച്. അതെ, നിക്ഷേപ സമ്മേളനം. 1,17,000 കോടി രൂപയുടെ നിക്ഷേപ എഗ്രിമെന്റ് ഒപ്പിട്ടിട്ടുണ്ട്. മൊത്തം പരിസ്ഥിതിയാ.
ഈ മാലിന്യ നിർമ്മാർജ്ജനം പരിസ്ഥിതി ഫണ്ടാണ്. ലോക പരിസ്ഥിതി ഫണ്ടിനെ കേരളത്തിലേക്കാണ് ഏറ്റവും കൂടുതൽ കൊണ്ടുവരുന്നത്. ആ കൊണ്ടുവരുന്ന ഫണ്ടിന് ഇവർ വലിയൊരു കളം തുറന്നു വെച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ അന്താരാഷ്ട്ര ഏജൻസിയായി പ്രവർത്തിക്കുന്ന കക്ഷികൾ നിരന്തരം ഓഫീസിന്റെ ഉള്ളിലുണ്ട്. അതിൻ്റെ അത് മുരളി തുമ്മാരുകൂടി അടക്കമുള്ള ആളുകളുടെ സേവനം മുഖ്യമന്ത്രി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതാണ് മലയോരത്തിനെതിരെയുള്ള ഒരു നിലപാടിൽ എടുക്കേണ്ടി വരുന്നതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതൊരു പക്ഷേ വയനാടിനെ ബാധിക്കുന്നതിൽ കൂടുതൽ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഇടുക്കിയാണ് അല്ലേ? അതെ, അവർ ഫസ്റ്റ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് ഇടുക്കിയാണ്. ചില പോക്കറ്റുകളെ അവർ ആദ്യം ഉന്നം വയ്ക്കും. അത് സ്ഥാപിച്ചു കഴിഞ്ഞാൽ അടുത്ത സ്ഥലത്തേക്ക് വികസിപ്പിക്കും. ഉദാഹരണത്തിന് ദുരന്ത നിവാരണ നിയമം അല്ലെങ്കിൽ ഓരോ നിയമങ്ങളും ഭൂപതി ചട്ടത്തിന്റെ ആദ്യം 8 വില്ലേജിനെ കൊണ്ടുവന്നുള്ളൂ. അത് ഇടുക്കിയിലേക്ക് വ്യാപിപ്പിച്ചു 2ാം റൗണ്ടിൽ. പിന്നെ സ്റ്റേറ്റിലേക്കായി. അത് ആസൂത്രിതം. ഒരു ഗവൺമെന്റ് ഒറ്റയടിക്ക് ഒരു സമൂഹത്തിലേക്ക് ഇത് എത്തിക്കില്ല, മറിച്ച് ചെറിയ തോതിൽ കൊടുത്തു കൊണ്ടുപോകും. അങ്ങനെയാണ് നിശബ്ദമായ ഒരു കുടിയിറക്കം ഇവർ സാധ്യമാക്കി എടുക്കുന്നത്. ഉറപ്പായിട്ടും അല്ലേ? ഉറപ്പായിട്ടും. ഇതിനിടയിൽ മറ്റൊരു വാർത്ത കേൾക്കുന്നു, അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. ഇവിടെ അപൂർവ ഇനം മിനറൽസ് ഖനനം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഒരു സർവേ നടക്കുന്നുണ്ടെന്നും ഒരുപക്ഷെ ഇവിടുത്തെ മുഴുവൻ ആളുകളെ ഒഴിപ്പിക്കുന്നതിൻ്റെ പിന്നിൽ ഇത് മാത്രമല്ല, ഈ വന്യജീവി സംരക്ഷണം മാത്രമല്ല, അത്തരം ചില മിനറൽ ഖനനത്തിൻ്റെ ഏർപ്പാടുകൾ അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? മിനറൽ ഖനനം മാത്രമല്ല, ഞങ്ങളുടെ ശ്രദ്ധയിൽ വന്നിരിക്കുന്നത് ഈ മലേഷ്യ കേന്ദ്രീകരിച്ചൊരു അന്താരാഷ്ട്ര ഏജൻസി ഇവിടെ ഒരു വലിയൊരു ടൂറിസം പ്രൊജക്റ്റ് ഇടുക്കി മൊത്തം ഒരു ജില്ലയെ ആകെ ചൂണ്ടിക്കൊണ്ടുള്ള ഒരു വമ്പൻ പ്രൊജക്റ്റ് വച്ചിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നമ്മുടെ ഇവിടുത്തെ ഒരു സൊസൈറ്റി ഉണ്ടല്ലോ, ഇവിടെ കേരളത്തിലെ ഏറ്റവും വലിയ വർക്കൊക്കെ ഏറ്റെടുക്കണേ ഊരാളുങ്കൽ സൊസൈറ്റി ഇവിടെ പഠനം നടത്തുന്നുണ്ട്. അത് സംബന്ധിച്ച് 1200 ഏക്കർ മൂന്നാറിൽ ഇതിന്റെ ആസ്ഥാനത്തിന് വേണ്ടി ഏറ്റെടുക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ മാസം ഉത്തരവ് ഇറക്കുമെന്നാണ് പറഞ്ഞത്, ഇറക്കിയോന്ന് അറിയില്ല. ഇടുക്കി ജില്ലയിലെ ഇപ്പൊ ആദിവാസി വിഭാഗം താമസിക്കുന്നവർക്ക് കുഴപ്പമില്ല, അവരെ അവർ ലക്ഷ്യമിടുന്നില്ല, മറിച്ച് ഒരു നാച്ചുറൽ ഇത് ആ നിലയിലേക്കുള്ള ഒരു വമ്പൻ ടൂറിസം പ്രൊജക്ട് ഈ ഊരാളുങ്കൽ സൊസൈറ്റി അടക്കം ആസൂത്രണം ചെയ്യാൻ വേണ്ടിയിട്ട് 5 വർഷമായിട്ടുണ്ട്. ഞങ്ങൾക്ക് അല്ലാതെ തന്നെ അതിന് മുമ്പ് അറിയിപ്പ് കിട്ടി. അതുകൊണ്ടാണ് ഈ വന്യജീവി ആക്രമണത്തെയൊക്കെ അവർ ന്യായീകരിക്കുന്നതും അത് തുടരാൻ അനുവദിക്കുന്നത്. അതെ, വന്യജീവികളെല്ലാം വേണം, വന്യജീവികൾ വേണം. ആ കൂട്ടത്തിൽ ഗോത്രവർഗ വിഭാഗക്കാർ അതേപടി തുടരണം. അപ്പൊ ഇവിടുത്തെ കുടിയേറ്റക്കാർ എന്ന് പറയുന്ന കർഷക വിഭാഗത്തെ കയ്യേറ്റക്കാരാക്കി മാറ്റി എങ്ങനെയെങ്കിലും കുടിയിറക്കണം. അതാണ് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും ഈ അജണ്ട തീർച്ചയായും അതാണ് നിർമ്മാണ നിരോധനത്തിന്റെ ഒക്കെ പിന്നിൽ. ഞാൻ ചോദിക്കട്ടെ, അപ്പോൾ ഈ വൻകിടക്കാരന് പലപ്പോഴും ഈ നിയമങ്ങൾ സാധൂകരിച്ച് കിട്ടുന്നത് ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും. ഉറപ്പല്ലേ? ഇപ്പൊ നമുക്കിപ്പോ യൂസഫ് അലി അടക്കം കേരളത്തിൽ പണിതിരിക്കുന്ന വമ്പൻ പ്രൊജക്ടുകളിലെല്ലാം ഭൂപ്രശ്നങ്ങളുണ്ട്. ഒന്നുകൂടി തോട്ടഭൂമി, ഇപ്പോൾ തോട്ടഭൂമിയായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്. അല്ലെങ്കിൽ എനിക്ക് സ്പെഷ്യൽ ഉത്തരവിടുക, സ്പെഷ്യൽ ഉത്തരവിട്ട് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്. ബാക്കി ആർക്കും ബാധകമാകരുത്, ഇദ്ദേഹത്തിൽ മാത്രം നീക്കണം. ഒരു പൊതു നിയമം ഈ കാര്യത്തിൽ ഇവരുണ്ടാക്കാത്തത് എല്ലാവരും ഇതിന്റെ ഗുണഫലം അനുഭവിക്കേണ്ട, അവർക്ക് താല്പര്യമുള്ളവരെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ അകത്ത് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഇവിടെ തന്നെ ഇപ്പോൾ നിർമ്മാണ നിരോധന ഘട്ടത്തിൽ അടിയന്തരമായിട്ട് ടവർ പണിയേണ്ട അവസ്ഥ വന്നു ഈ കോവിഡ് സമയത്ത്. അപ്പം തന്നെ നിയമം മാറ്റിയാൽ എല്ലാവർക്കും ബാധകമാകും, നിർമ്മാണ നിരോധനത്തിന് മാറ്റണം. പകരം അവരപ്പോൾ തന്നെ വക്രത എടുത്തു. എന്താണ്? ദുരന്ത നിവാരണ നിയമം ഉപയോഗിച്ചു. അപ്പോൾ ദുരന്ത നിവാരണ നിയമം രാജ്യത്തുണ്ടായ പാൻഡമിക്കിനെ ആ നിയമത്തിന്റെ ആനുകൂല്യത്തിൽ ടവർ വയ്ക്കാൻ ഉത്തരവിട്ടു കളക്ടർ. പ്രത്യേക അധികാരമാണ് അങ്ങനെ. അപ്പൊ ബാക്കിയുള്ളവർക്ക് അധികാരം ഉണ്ടാവില്ല. അപ്പൊ അതാണ് അവരുടെ എല്ലാത്തിന്റെ നിയമത്തിന്റെ ലൂപ്പ് ഹോൾസ് കണ്ടെത്തുകയാണ്. അതാണ് പ്രധാനമായിട്ടും. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, മറ്റൊന്ന് എന്ന് പറയുന്നത് ഇപ്പൊ ഈ നിർമ്മാണ നിരോധനങ്ങൾ ഒരു ഭാഗത്തേക്ക് തുടരുകയാണ്, വന്യജീവി ശല്യം മറ്റൊന്ന് തുടർന്നു, ഭൂപ്രശ്നങ്ങൾ വേറെ സ്ഥലത്ത് നിൽക്കുന്നു. ഇതെല്ലാം കൂടി നിൽക്കുന്ന സമയത്താണ് നമ്മുടെ റോഡിന്റെ നിരോധനം, പ്രത്യേകിച്ച് റോഡ് പണി നിർത്തിവെച്ചിരിക്കുന്നത്. ഇത് ഒരു വലിയ സമരത്തിലൂടെ അല്ലാതെ ഇത് നമ്മൾ ഈ ഒരു കോടതി അതിനെ അനുവദിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തുകയും അങ്ങ് പോലും വളരെ പ്രതീക്ഷയോടെ നിന്ന സമയത്താണ് അത് പെട്ടെന്ന് പിന്നിലേക്കായി പോകുന്നത്. ഇപ്പം ഈ നടക്കാൻ പോകുന്ന സമരം ഒരുപക്ഷെ ഇത് പ്രക്ഷേപണം ചെയ്യുന്ന സമയം ആകുമ്പോഴേക്കും സമരം കഴിഞ്ഞിരിക്കും. ഈ സമരത്തെ എങ്ങനെയാണ് അങ്ങ് നോക്കിക്കാണുന്നത്? നമ്മൾ ഈ സാധാരണഗതിയിൽ ഒരു ഇലക്ഷൻ കാലഘട്ടം എന്നുള്ളത് വളരെ പ്രാധാന്യത്തോടെ രാഷ്ട്രീയ പാർട്ടികൾ നോക്കിക്കാണുന്ന സമയമാണ്. ഈ പഞ്ചായത്ത് ഇലക്ഷന് മുന്നേ ആ സാഹചര്യത്തിൽ ചെയ്യുമെന്നാണ് നമ്മളുടെ ഒരു പ്രതീക്ഷയും സ്വപ്നവും. പക്ഷെ അതിനെയൊക്കെ നിഷേധിച്ച് ന്യായീകരിച്ച് പോകുന്ന സ്ഥിതിവിശേഷം വന്നു. ഇനിയിപ്പോൾ നിയമസഭയിലേക്ക് കിടക്കുക.
സ്വാഭാവികമായിട്ട് ഇതൊരു വലിയ സമ്മർദ്ദമാണ് സമരം എന്നുള്ളത് ഒരു പാർട്ടിയെ സംബന്ധിച്ച്. അപ്പോൾ ആ സമ്മർദ്ദത്തിലൂടെ ഇതിലൂടെ ഉണ്ടാവുന്ന വാർത്തകളും ജനവികാരങ്ങളും മാറി ചിന്തിക്കാൻ ഇടയാക്കും എന്ന് തന്നെയാണ് ഞങ്ങൾ ഇപ്പോൾ കരുതുന്നത്. അപ്പോൾ ഇതിനകത്ത് ഹൈവേ സംരക്ഷണ സമിതിയും അതിജീവന പോരാട്ട വേദിയും എന്ന് വേണ്ട മറ്റ് ചില പരിസ്ഥിതി സംഘടനകൾ അല്ലെങ്കിൽ ചില രാഷ്ട്രീയ കക്ഷികൾ അങ്ങനെ പോകുമ്പോൾ സത്യത്തിൽ ഇതിന് ശരിക്കും നേതൃത്വം നൽകുന്നത് ആരാണ്? ശരിക്കും നേതൃത്വം എന്ന് പറയുമ്പോൾ ഞങ്ങൾ എല്ലാ വിഭാഗത്തെയും കൂടി കൂട്ടിക്കൊണ്ടാണ് ഹൈവേ സംരക്ഷണ സമിതി ആദ്യമായിട്ട് കമ്മിറ്റി രൂപീകരിച്ചത്. അപ്പം അതിന് ശേഷം ഇടയ്ക്ക് ചില പ്രോഗ്രാമിൽ നിന്നൊക്കെ പലരും വിട്ടു നിൽക്കുകയും സഹകരിക്കാതിരിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഇത് ഭരണകൂടത്തിനെതിരാണ് അല്ല അങ്ങനെയൊക്കെയുള്ള ആരോപണം ഉന്നയിച്ച്. എന്നാൽ ഇടയ്ക്ക് സഹകരിച്ചിട്ടുമുണ്ട്. സമ്പൂർണ്ണമായി വിട്ടു നിന്നിട്ടില്ല. എന്നാൽ പലർക്കും ഇതിൽ നിൽക്കുക എന്നുള്ളതൊരു അസൗകര്യമായതുകൊണ്ട് ഭരണകൂട പ്രശ്നങ്ങളുള്ളതുകൊണ്ട് രാഷ്ട്രീയ പ്രശ്നങ്ങളുള്ളതുകൊണ്ട് എന്നാലും അത് പ്രാദേശികമായി ഭരിക്കുന്ന കക്ഷിക്ക് ദോഷം ചെയ്യില്ലേ അവർ മാറി നിൽക്കുമ്പോൾ? അത് വരും. നമുക്ക് ജനാധിപത്യത്തിൽ സമരം ആർക്കും എതിരെയല്ല. ഒരു ബോധ്യത്തിലേക്ക് ഈ ജനങ്ങളുടെ ആവശ്യങ്ങളെ അതിൻ്റെ അർത്ഥത്തിൽ ഒരു ഭരണകൂടത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് സമരങ്ങൾ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലാതെ പിണറായി വിജയൻ രാജിവെക്കണോ അല്ലെങ്കിൽ ഈ ഗവൺമെന്റ് ഒരു കാര്യം ചെയ്തു അത് തെറ്റാണ് അതുകൊണ്ട് തന്നെ ഈ ഗവൺമെന്റിന് വേണ്ടെന്നല്ല ഉദ്ദേശിക്കുന്നത്. ഇത് അതീവ ഗൗരവമുള്ള വിഷയമാണെന്ന് ഗവൺമെന്റിനെ ബോധിപ്പിക്കുക എന്നുള്ളതാണ്. അത് ജനാധിപത്യ പ്രക്രിയയിലെ ഏറ്റവും ബെസ്റ്റ് വഴി അത് തന്നെയാണ്. ഇപ്പോൾ അത് അംഗീകരിക്കുന്നില്ല. ഇപ്പൊ സമരം ചെയ്യുന്നത് ചിലർക്കൊക്കെ എതിരാണെന്നും അതുകൊണ്ട് ആ സമരം ചെയ്യുന്നവരെ തകർക്കണമെന്നും പറഞ്ഞിട്ടുള്ള ഒരു പുതിയ ജനാധിപത്യത്തിലേക്ക് കേരളം എത്തിയിട്ടുണ്ട്. അതുകൊണ്ടായിരിക്കണം നമ്മുടെ മറ്റേ കക്ഷിയൊക്കെ പറഞ്ഞല്ലോ ഈ തുടർ ഭരണങ്ങൾ മറ്റൊരു തലത്തിലേക്ക് മാനസികാവസ്ഥ കൊണ്ടുപോകുന്നുണ്ടോ, മനുഷ്യ മനസ്സിനെ വേറെ തലത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ടോ എന്നൊക്കെ സംശയം പറഞ്ഞത് അത്രയൊരു കാലാവസ്ഥ ഉള്ളത്. ഈ ഭരണകക്ഷിയുടെ പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെ പലരും നമ്മളുമായിട്ടുള്ള ചർച്ചയിൽ ഇവിടെയും അകത്തും പുറത്തുമുള്ള ചർച്ചയിൽ ഈ സമരത്തിനെതിരാണെന്ന് തോന്നുന്നില്ല. ഒരുപക്ഷെ ഇത് നേടേണ്ടതാണെന്നും ഇത് റോഡ് വികസനത്തിൽ പങ്കാളികളാകേണ്ടതാണെന്നുള്ള ഉത്തമ ബോധ്യം അവർക്കുണ്ട്. പക്ഷേ എന്തൊക്കെയോ പ്രശ്നങ്ങൾ സംസ്ഥാന തലത്തിലും കേന്ദ്ര തലത്തിലുമൊക്കെ ഇവരെ പിന്നോട്ട് നയിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സംശയം ജനങ്ങളിൽ നിൽപ്പുണ്ട്. ആ സംശയങ്ങൾ ദൂരീകരിക്കേണ്ടത് ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ കടമയല്ലേ? തീർച്ചയായിട്ടും അതെ. ഇവിടെ ഈ പറഞ്ഞ ഇവര് തീർച്ചയായിട്ടും നമ്മളോട് സഹകരിക്കാനുള്ള എല്ലാ ആഗ്രഹങ്ങളും ഉള്ളവരാണ് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും തന്നെ. അതെ, പക്ഷെ അവർക്ക് വേണ്ട പോലെ ഞാൻ പറയാം, ജനാധിപത്യ സംവിധാനത്തിൽ ആ ഒരു സംവിധാനം സ്റ്റേറ്റിൽ നഷ്ടപ്പെട്ടുവോ, ഒരു പാർട്ടിയുടെ ഒരു വിഷയത്തെ വിമർശിക്കാനുള്ള അധികാരാവകാശം നമുക്ക് അല്ലെങ്കിൽ ഒരു പാർട്ടിയല്ല എല്ലാ പാർട്ടിക്കും ആ ഒരു മനോഭാവം കടന്നു പോകുന്നത് ഞങ്ങൾ കരുതുന്നത്. വിമർശിക്കപ്പെടുന്നത് ഒരു ശത്രുവായി കാണുന്ന ഒരു സ്ഥിതിയിലേക്ക് കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യം മാറിയിട്ടുണ്ട്. അതിലേറ്റവും കൂടുതൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അങ്ങനെ പ്രക്രിയ പോലും അനുവദിക്കാത്ത നിലയിലേക്ക് ഇത് പോയോ എന്ന് ആണ് ഞങ്ങളൊക്കെ സംശയിക്കപ്പെടുന്നത്. ഇനി ആരെങ്കിലും എന്തിൻ്റെയെങ്കിലും പേരിൽ മാറി നിന്നാൽ മറുപക്ഷത്തിന് ഒരു മേൽക്കൈ കിട്ടുന്ന സ്ഥിതി വിശേഷം ഉണ്ടാവില്ല. പ്രത്യേകിച്ച് പ്രതിപക്ഷത്തിന് ഒരു മേൽക്കൈ ഈ സമരത്തിൽ ഉണ്ടാവില്ലേ? ഉറപ്പായിട്ടും അത് ഉണ്ടാവും. അത് അവരാണ് കാണേണ്ടത്. അത് തിരിച്ചാണെങ്കിലും ഉണ്ടാവും. അത് അവരാണ് കാണേണ്ടത്. അവർ ഇത്തരം രാഷ്ട്രീയ മുതലെടുപ്പുകൾ ഈ കാര്യത്തിൽ ഉണ്ടാകും, രാഷ്ട്രീയ നേട്ടങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടി ബോധപൂർവ്വം ഇക്കാര്യത്തിൽ ഇടപെടുകയും പരിഹരിക്കുകയും ചെയ്യണമെന്ന് ആ കക്ഷികൾ വിചാരിക്കുന്നില്ല. ആ കക്ഷികൾ വിചാരിക്കുന്നില്ലെങ്കിൽ ആ കക്ഷികൾക്ക് തിരിച്ചടി കിട്ടുക തന്നെ വേണം. തീർച്ചയായിട്ടും ഇതൊരു ജനപക്ഷത്ത് നിൽക്കേണ്ട സമരമാണ്. കാരണം ഈ സമരം ജനപക്ഷം സമരമാണ്, അക്കാര്യത്തിൽ സംശയമില്ല. കാരണം ജനങ്ങളുടെ പൊതുബോധത്തിലേക്ക് ഇത് എത്തിക്കഴിഞ്ഞു. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തന്നെ അത് അടിമാലി മേഖലയിൽ ബോധ്യപ്പെട്ടതാണ്. അടിമാലി മേഖലയിൽ മാത്രമല്ല, പൊതുവെ ബോധ്യപ്പെട്ടതാണ്. അങ്ങനെയാണെങ്കിൽ ഇനി അത്തരം ബോധ്യങ്ങൾ ജനങ്ങളിലേക്ക് ഒന്നും കൂടി പ്രബലപ്പെടാനല്ലേ സാധ്യത? അല്ല, ഇതിൻ്റെ അകത്ത് ഒരുപാട് വെല്ലുവിളികൾ ഈ കാര്യത്തിൽ വരുന്നുണ്ട്. 100 വർഷം പഴക്കമുള്ള ഒരു റോഡാണെന്ന് പറയാൻ കഴിയാത്ത ഒരു ഗവൺമെന്റ്, അതങ്ങനെ പറയിക്കാൻ ഇവർക്ക് ശേഷിയില്ലേ? ഈ 3ാം ഭരണം വേണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഒരു മലയോര പ്രദേശക്കാരൻ എന്ത് പ്രതീക്ഷിക്കണം? ഒട്ടേറെ ഭൂമികൾ ഫോറസ്റ്റ് ചൂണ്ടിയിട്ടുണ്ട് ഞങ്ങളുടേതാണെന്ന് പറഞ്ഞ്, കൃഷിഭൂമികൾ. ആ വിഷയങ്ങളൊക്കെ കോടതി കിടക്കുക. അപ്പോൾ അതിലൊക്കെ ഇതേ നിലപാടാണോ വരാൻ പോകുന്നത്? ഈ മലയോരത്തിൻ്റെ അധികാരം സമ്പൂർണ്ണമായിട്ട് ഫോറസ്റ്റ് പോലുള്ള കക്ഷികൾക്ക് കൊടുത്തോ, റവന്യൂവിനും ഫോറസ്റ്റിനുമായിട്ട് കൊടുത്തോ? അപ്പോൾ ഗവൺമെന്റ് ആ കാര്യത്തിൽ ദുർബലമായതാണോ പ്രശ്നം, അല്ല ഗവൺമെന്റ് നയമാണോ പ്രശ്നം? ഇത് വലിയൊരു ചോദ്യചിഹ്നമായിട്ട് വന്നിട്ടുണ്ട്. അത് ഈ ഊരാളുങ്കൽ പോലുള്ള വലിയ സൊസൈറ്റികൾ ഇവിടെ സർവേ നടത്തുകയും ഞാൻ കേട്ടതുപോലെ ചില മിനറൽ അല്ലെങ്കിൽ ഒരു അപൂർവ ഇനം വസ്തുക്കൾക്ക് വേണ്ടിയുള്ള മൈനിങ് നടക്കുന്നു എന്ന്, അല്ലെങ്കിൽ അതൊക്കെ ചിലപ്പോൾ കേട്ടുകേൾവിയാണ്, പൂർണ്ണമായിട്ട് നമുക്ക് വിശ്വസനീയമല്ല.
ഒരുപക്ഷെ ഇങ്ങനെ വെറുതെ റൂമറായി പരക്കുന്നതാവാം. പക്ഷെ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ നമ്മൾ പറയുന്നിടത്തൊക്കെ ഈ റോഡ് ആവശ്യമല്ലേ? തീർച്ചയായിട്ടും ഈ മൈനിങ്ങിന് ഇപ്പോൾ പുതുതായിട്ട് വന ഭേദഗതി നിയമം കൊണ്ടുവന്നതിൻ്റെ അടിസ്ഥാനപരമായ ഒരു കാര്യം അതിനാണ് ഏതാണ്ട് 88 കിലോമീറ്ററോ അതെയോ 800 മീറ്റർ അത്രയും ആഴത്തിൽ നിന്ന് ഇത് എടുക്കാവുന്ന തരത്തിൽ നമുക്ക് ഏത് വനത്തിൻ്റെയും അകത്തുനിന്ന് ഇതെടുക്കാവുന്ന ഒരു നിയമം രാജ്യത്ത് 2021 വന്നു. അപ്പം അത് ഉപയോഗിച്ച് എല്ലാ വന പ്രദേശങ്ങളിലും അതിൻ്റെ ഒരു പരീക്ഷണം നടക്കുന്നുണ്ട്. അപ്പോൾ അതിനൊരു പക്ഷേ എവിടെയും വലിയൊരു വികാരം ജനങ്ങളിലുണ്ട്. പക്ഷെ സമരത്തിലുള്ള വിശ്വാസ തകർച്ച വ്യാപകമായി ബാധിച്ചിട്ടുണ്ട്. സമരങ്ങൾ ഒരു റിസൾട്ട് ഉണ്ടാക്കുന്നില്ല, അതിനെ വകവെക്കുന്നില്ല. അതുകൊണ്ട് എന്ത് പ്രയോജനം എന്നുള്ള ഒരു ചിന്ത ജനങ്ങളിൽ പൊതുവെ രൂപപ്പെട്ടിട്ടുണ്ട്. കാരണം ജനാധിപത്യത്തിന്റെ തകർച്ചയത്. സമരങ്ങൾക്ക് പ്രസക്തിയില്ല, നമ്മളുടെ പരിധ്യാപനങ്ങൾക്ക് പ്രസക്തി ഇല്ലെങ്കിൽ ജനാധിപത്യത്തിന് പ്രസക്തിയില്ല. ഈ സമരങ്ങളെ അടിച്ചമർത്തുക, സമരങ്ങൾക്ക് പ്രസക്തി അല്ലെങ്കിൽ അതിൻ്റെ സാങ്കത്യം നഷ്ടപ്പെടുത്തുക എന്നൊക്കെ പറയുന്നത് ഒരു സമീപനത്തിന്റെ ഭാഗവും കൂടി അങ്ങനെ സംഭവിച്ചതല്ലേ സത്യത്തിൽ കേരളത്തിലത്? തീർച്ചയായിട്ടും ഇതൊരു രാഷ്ട്രീയ ബോധം, ജനാധിപത്യ ബോധം, ചരിത്രബോധം ഇതെല്ലാം കൂടി ഒത്തിണങ്ങുന്ന ഒരു വലിയ നിര സ്റ്റേറ്റിലുണ്ടായിരുന്നു. ഇപ്പോൾ ഉണ്ടോ? ഇപ്പം ആരാണ് നമ്മളെ നയിക്കാൻ കയറുന്നത്? അവരുടെയൊക്കെ യോഗ്യത പലപ്പോഴും ആളുകൾ പരിശോധിക്കപ്പെടുന്നില്ല. പരിശോധിക്കപ്പെട്ടാൽ നമ്മൾ അത്ഭുതം കൊണ്ട് പോകുന്നു എന്ന് പറയേണ്ടി വരും. നമ്മൾ വിശ്വസിച്ച് പോകുന്ന നമ്മുടെ പാരമ്പര്യത്തിൽ അധിഷ്ഠിതമായ ചില മൂല്യബോധങ്ങളുണ്ടല്ലോ, ജനാധിപത്യം, മതേതരത്വം, സാഹോദര്യം എന്നൊക്കെ പറയുന്ന ചില നമ്മുടെ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന മൂല്യബോധങ്ങൾ. അതിൽ പ്രധാനപ്പെട്ടതാണല്ലോ ഈ എതിരാളികളോടുള്ള ബഹുമാനം. അത് ശത്രുക്കളല്ലല്ലോ അവർ, അല്ല. അപ്പോൾ ഒരു എതിർ ആശയങ്ങളോടുള്ള ബഹുമാനത്തെ തമസ്കരിക്കപ്പെടുന്നുണ്ടല്ലോ. എവിടെയെങ്കിലും ഇപ്പോൾ കാണുന്നുണ്ടോ ഒരു പ്രതിപക്ഷ നേതാവ് വന്നാൽ അദ്ദേഹത്തെ അപ്പം തന്നെ മുദ്രയടിച്ച് സത്യമല്ലാത്ത ഭാഷകളുടെ ഒരു ബാഹുല്യം ഈ സോഷ്യൽ മീഡിയയ്ക്ക് അടക്കം ഉപയോഗിക്കുന്നു? എവിടെയെങ്കിലും ഒരു പ്രതിപക്ഷ ബഹുമാനം എന്നുള്ളത് നമുക്ക് ഇപ്പോൾ കാണാനേ പറ്റുന്നില്ല. ഒരു മേഖലയിലും അത് നഷ്ടപ്പെട്ടു കേരളത്തിന്. അപ്പം തന്നെ നമ്മളുടെ സാംസ്കാരിക ബോധം വേണ്ട വലിയൊരു ദുരന്തത്തെ അഭിമുഖീകരിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് അവരുടെ വാക്കുകൾ കേൾക്കാനും വെച്ചാൽ ഇതില്ലാതെ, വെറുപ്പോടെ അല്ലാതെ, അസഹിഷ്ണുതയോടെ അല്ലാതെ അത് കേൾക്കാനും, ആ കേട്ടത് നമ്മുടെ നാടിനും സമൂഹത്തിനും ഗുണം ചെയ്യുമെന്ന് പരിശോധിക്കാനുള്ള മാനസികാവസ്ഥ നഷ്ടപ്പെട്ടു. ഇപ്പോൾ ഞാൻ ഈയിടെ അറിഞ്ഞത് നമ്മൾ സമരം ചെയ്ത പിണറായി വിജയൻ ഒരിക്കലും ചെയ്തു തരില്ലെന്നാണ് കേട്ടത്. കാരണം സമരം ചെയ്യുന്നതിന് പുള്ളി എതിരാണ്. പുള്ളി സമരം കൊണ്ടാണ് എതിരായത്. പക്ഷെ സമരം ചെയ്താൽ എന്നോടൊരു ആശാവർക്കർമാരുടെ സമരം കണ്ടതാണല്ലോ. അപ്പം എന്തോ ഒരു സമരങ്ങളോട് അസാമാന്യമായി നമുക്ക് വിവരിക്കാനാവാത്ത ഒരു വിദ്വേഷം ഈ കക്ഷിയിലുണ്ട്. സമരങ്ങളോട് അസഹിഷ്ണുത എന്ന് പറയുന്ന ഒരു ജനാധിപത്യ ഗവൺമെന്റിന് ഭൂഷണമല്ലല്ലോ. അല്ല, അവിടെ നഷ്ടപ്പെടുന്നത് അവിടെ ജനാധിപത്യം എന്നുള്ള അതിന്റെ ഇത് നഷ്ടപ്പെട്ടിട്ടുണ്ട്, അന്തസത്ത നഷ്ടപ്പെട്ടിട്ടുണ്ട്. പലരുടെയും മനസ്സിൽ, നേതാക്കളുടെ മനസ്സിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ കോടതിക്ക് ഒരു വട്ടവും കൂടി ഇടപെടാനുള്ള സാധ്യത നമ്മൾ അതിലേക്ക് ഇപ്പം നമ്മൾ ഇനി അടുത്ത സ്റ്റെപ്പ് നീങ്ങിയേക്കണത്. നമുക്ക് കുറേയും കൂടി രേഖകൾ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അതിനുശേഷം ഇവിടെ ഒരു റവന്യൂ സംഘത്തെ 2 ഡെപ്യൂട്ടി തഹസിൽദാർമാരടക്കം ഈ സർവേയുടെ ഉദ്യോഗസ്ഥരടക്കമുള്ള ഒരു ടീം നല്ലൊരു വർക്ക് ചെയ്തിട്ടുണ്ട് ദേവുളത്തെ ആവശ്യപ്പെട്ടിട്ടാ. അതില് നമുക്ക് 1927 24 ആണല്ലോ ഈ റോഡ് ആവശ്യം വരുന്നത്, മറ്റേ റോഡ് പോയത്. 27 ഈ മണ്ണ് വർക്ക് ചെയ്തതും 28 14 അടിക്ക് റോഡ് വികസിപ്പിച്ച് ടെൻഡർ കൊടുത്ത് മെറ്റൽ ചെയ്തതും 31 ഇത് 100 അടിയാക്കി വികസിപ്പിച്ച് തുടങ്ങി. അങ്ങ് 73 റീസർവേ ചെയ്ത് പാറമാർക്കടിച്ച് സെറ്റ് ചെയ്തേക്കുന്ന അടക്കമുള്ള 96 വരെയുള്ള വിവിധ രേഖകളെ കൂട്ടിയിണക്കിക്കൊണ്ടൊരു റിപ്പോർട്ട് ചീഫ് സെക്രട്ടറിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം അത് പരിഗണിച്ചിട്ടില്ല. ഞങ്ങൾ ആ റിപ്പോർട്ടോടുകൂടി സഹിതം പുതിയ IA കോടതിയിൽ ഫയൽ ചെയ്യാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ആഴ്ച. അതിലേക്ക് കിടക്കുക. കാരണം നമ്മളും ഈ സമരം എന്നുള്ളത് എപ്പോഴും നമുക്കും പറ്റുന്ന കാര്യമല്ല. ഈ നിരാശ ഞങ്ങൾക്കും ഉണ്ടല്ലോ. അപ്പൊ കോടതിയിലേക്ക് തന്നെ മൂവ് ചെയ്യാനാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു റോഡിന്റെ കാര്യത്തിൽ ഇങ്ങനെ വരുന്നു. നമ്മൾക്ക് നമ്മുടെ മറ്റ് ജില്ലകളിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഇങ്ങോട്ട് പ്രവേശിക്കുന്ന റോഡുകളുണ്ടല്ലോ. ചിന്നാർ വഴിക്ക് മറിയൂർ വഴിക്ക് വരുന്ന റോഡ്, ഒപ്പം തന്നെ ഈ ആലുവ മൂന്നാർ റോഡ്, മറ്റൊന്ന് തൊടുപുഴയിൽ നിന്ന് നമുക്ക് പൈനാവിൽ വരുന്ന റോഡ്, കുട്ടിക്കാനം വഴിക്കുള്ള മറ്റ് റോഡുകൾ. ആ റോഡുകളെയൊക്കെ പിന്നീട് ഒന്നൊന്നായി ഇത് ബാധിക്കുമോ? ഇപ്പൊ തന്നെ മറിയൂർ ബാധിച്ചിട്ടുണ്ടല്ലോ. മറിയൂർ ആ ടാറിങ്, നമ്മൾ ആ കാണുന്ന ടാറിങ് വിട്ടൊരു ഇഞ്ച് പോലും അവർ അനുവദിക്കില്ല. മറിയൂർ ബാധിച്ചു കഴിഞ്ഞു. മറ്റു ഇപ്പോൾ മണിയാറൻകുടി എത്ര നാളായി ഫണ്ട് അനുവദിച്ച് കിടക്കണു ഈ റോഷി അഗസ്റ്റിന്റെ മണ്ഡലത്തിൽ. ആ മണ്ഡലത്തിൽ ആ റോഡിന് ഇതൊരു സാക്ഷ്യം വഹിക്കാൻ അദ്ദേഹത്തിന് പറ്റിയിട്ടില്ല. ഇവര് നിലവിൽ ജില്ലയിൽ കുടിവെള്ളമടക്കം ഒട്ടേറെ മേഖലകളിൽ
അതിഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു പിടിയും കൂടി ഗവൺമെന്റ് ഭാഗത്തിന് വരും. എനിക്ക് തോന്നുന്നു ഇടതുപക്ഷ ഗവൺമെന്റാണെങ്കിൽ 100% ജനങ്ങൾ ഭീഷണിയിലായിരിക്കും എന്നുള്ള വിശ്വാസക്കാരനാണ്. കാരണം ഇനി അടുത്ത റൗണ്ടോടുകൂടി നമുക്ക് എതിരെയുള്ള ഈ നടപടികളെല്ലാം ശക്തമാക്കാനുള്ള സാധ്യതയാണ് ഞങ്ങൾ കാണുന്നത്. അപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ ഹൈറേഞ്ചിലെ ജനങ്ങളെ ശ്വാസം മുട്ടിക്കുക എന്നത് തന്നെയാണ് ലക്ഷ്യം, അല്ലേ? ഒരു തരത്തിലല്ലെങ്കിൽ വേറെ തരത്തിൽ ആളുകൾ ഒഴിഞ്ഞു പോകുന്നുണ്ട്. ഞാൻ ആദ്യം സൂചിപ്പിച്ച നിശബ്ദമായ കുടിയിറക്കം ഉണ്ടല്ലോ, അതെ, ആ കുടിയിറക്കം ഇവിടെ സംഭവിക്കുന്നുണ്ട്, ശക്തമായി സംഭവിക്കുന്നുണ്ട്. അതില് കുറെ ആളുകൾ ആശ്വാസത്തിലാണ്, സംതൃപ്തരാണ്, അല്ലേ? തീർച്ചയായിട്ടും. എന്താണോ ലക്ഷ്യം വെച്ചത് വിജയിക്കുന്നു. അല്ല, ഇതൊന്നും അറിയാതെയാണ് ഇവർ പോകുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അത്ര ബുദ്ധിയില്ലാത്തവരൊന്നും അല്ലല്ലോ ഇവര്. ഇതെല്ലാം അറിയുന്നുണ്ട്, നമ്മുടെ പ്രശ്നങ്ങൾ അറിയുന്നുണ്ട്, നമ്മുടെ സമരങ്ങൾ അറിയുന്നുണ്ട്. പക്ഷേ നമുക്ക് എവിടെ വരെ പോകാൻ കഴിയുമെന്ന് അവർക്ക് നല്ല ബോധ്യമുണ്ട്. ഇത്രയും പോകാൻ പറ്റൂ, അവസാനം ഇറങ്ങും, കുടിയിറങ്ങും, ആ ഒരു സ്ഥിതിയിലേക്ക് നമ്മൾ എത്തും എന്ന് തന്നെ അവർ വിശ്വസിക്കുന്നു. അല്ല, വനപ്രദേശത്തു നിന്ന് തൊട്ടയൽവക്കത്തെ കാർഷിക മേഖലയിലേക്ക് ആന ഇറങ്ങുന്നു. ആ കാർഷിക മേഖല വിട്ടിട്ട് അവർ മറ്റൊരു കാർഷിക മേഖലയെ അഭയം പ്രാപിക്കുന്നു. അങ്ങോട്ടേക്ക് ആനയും പുലിയും കടുവയും വീണ്ടും വരുന്നു. അപ്പോൾ അവർ അവിടുന്ന് മാറുന്നു. അങ്ങനെ മാറി മാറി പോകുന്നവർ ഒന്നൊന്നായി നാട് വിടുകയല്ലാതെ വേറെ രക്ഷയില്ലല്ലോ. അതെ, പക്ഷെ ഇതിൻ്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് വരുമ്പോഴേ, ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ടൗൺഷിപ്പുകളെ ഇത് ബാധിച്ചു. 1600 വില്ലേജുകളിൽ ഏതാണ്ട് 900-ന് മേലെ വില്ലേജുകളിൽ വന്യമൃഗശല്യമായി കഴിഞ്ഞു. അപ്പം അവരെ ബാധിക്കുന്നു. ഇപ്പം അതായത് നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ ഫാമിലിയെയും കൂടി ആക്രമിക്കുന്ന തരത്തിലേക്ക് വന്യമൃഗങ്ങൾ വർദ്ധിച്ചു വരുന്നുണ്ട്. അങ്ങനെ വന്ന ഇത് വേറെ ലെവലിലേക്ക് വരേണ്ടി വരും. അപ്പോൾ ഇതുവരെ കിട്ടുന്ന ഫണ്ട് മേടിച്ചെടുക്കുക, ആ സമയമാകുമ്പോൾ അതിന് മറ്റൊരു റൂട്ടിൽ അതിൽ നിന്നും വ്യതിചരിക്കുക, ആ എഗ്രിമെന്റുകളിൽ നിന്ന് വ്യതിചരിക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇവർക്കും ഇത് ബാധിക്കും. തൊടുപുഴ ടൗണിൽ, കുമാരമംഗലം, കോടിക്കുളം, നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിലൊക്കെ വലിയ തോതിലുള്ള ഭീഷണി നിലനിൽക്കുന്നുണ്ട്. ലോകമാകെ നഗരപഥങ്ങളിൽ മലീമസമാകുന്ന വായുവിനെ സംരക്ഷിക്കാൻ നമ്മുടെ പശ്ചിമഘട്ടങ്ങളിൽ താമസിക്കുന്ന നിയമാനുസൃതം കുടിയേറി കൃഷി ചെയ്ത് ജീവിക്കുന്ന പാവം കർഷകൻ തന്നെ, അല്ലേ? അവനോടാണ് കളി. അതാണ്. പക്ഷേ ഈ പാവം കർഷകൻ സത്യത്തിൽ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കുന്നു. ഇതൊരു സങ്കീർണ വിഷയമാണ്, അതുകൊണ്ടാണ് മനസ്സിലാക്കാൻ പറ്റാതെ വന്നത്. പലപ്പോഴും അവർക്ക് ഇതൊരു ബോധവൽക്കരണത്തിലൂടെ സാധ്യമാവുന്നില്ല, അല്ലേ? ഇല്ല, കാരണം ഇതൊരു വലിയ കെട്ടുപിണഞ്ഞ ശാസ്ത്രീയമായ ചരിത്രവും കൂടി വേണ്ടി വരും. ചരിത്രപരമാണ് ഭൂമിയുടെ ഉത്ഭവം സംബന്ധിച്ച് തുടർച്ചയായിട്ടുണ്ടായ കാര്യങ്ങൾ, ഈ സർവനാശങ്ങൾ വന്നത്, ഇതൊക്കെ ഒരു സങ്കീർണ വിഷയമാണ്. ഒരു സാധാരണക്കാരന് പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് ആ കാര്യത്തിൽ ഉണ്ടാവില്ല. ഇപ്പോഴത്തെ ആളുകൾക്കെല്ലാം 5 മിനിറ്റിൽ കൂടുതൽ വായിക്കാനോ പഠിക്കാനോ ഉള്ള മാനസികാവസ്ഥ നമ്മൾ ഇപ്പം ഇല്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇത് എല്ലാവരിലും എത്തിക്കുക എന്നുള്ളത് വലിയ ഒരു പ്രശ്നമാണ്. മറ്റൊന്ന്, അവരെ രക്ഷിക്കാൻ വേണ്ടിയുള്ള പ്രൊജക്റ്റായിട്ട് അവനെ മനസ്സിൽ സെറ്റ് ചെയ്തേക്കുക. ജനങ്ങളുടെ ഇങ്ങനെ സംഘടിക്കാനുള്ള ഒരു ശേഷിക്കുറവ്, സമരം ചെയ്യാനുള്ള ശേഷിക്കുറവ്, അതുപോലെ സമര മുഖത്ത് നിന്ന് അവരെ ഇല്ലാതാക്കല്, പിന്നെ ജനങ്ങളെ മൊത്തത്തിലുള്ള ഒരു ബോധക്കുറവുണ്ടല്ലോ. ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ വിവരമില്ലായ്മയല്ല ഉദ്ദേശിക്കുന്നത്, നേരെ മറിച്ച് മൊത്തത്തിൽ ഇത്തരം കാര്യങ്ങൾക്കുള്ള താല്പര്യക്കുറവ്, ഇതൊക്കെ കൂടി മുതലെടുത്തുകൊണ്ട് വളരെ ഗൂഢമായ ഒരു പദ്ധതിയാണ് ഘട്ടം ഘട്ടമായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? അതിന് നമ്മൾ ശബ്ദിക്കുന്നവരെ ഏതെങ്കിലും മുദ്രയടിച്ച് തീവ്രവാദിയാന്നൊക്കെ പറയും, ഒന്നിന് തീവ്രവാദിയാക്കും, അല്ലെങ്കിൽ കേസെടുക്കും, കേസ് ഉണ്ടാക്കുന്നുണ്ട്, പലരും അങ്ങനെ ഒതുക്കി കളയുന്നുണ്ട്. അല്ലെങ്കിൽ ഭീഷണി, ഇപ്പം എനിക്കൊരു മുറുക്കാങ്കട ഉണ്ടോ, ഭീഷണിയായി, നീ അത് ചെയ്യണ്ടെന്നുള്ള സ്റ്റാൻഡിലേക്ക് വരും. ഭയപ്പെടുത്തി ഇവർ പിന്മാറ്റുന്നു. അതിനുവേണ്ടി ഇവിടെയുള്ള സാധാ പാർട്ടിക്കാരെ പോലും ആയുധമാക്കുന്നു. അതാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. അപ്പം സ്വാഭാവികമായിട്ട് ഇതിന് ഫൈറ്റ് നിൽക്കാനുള്ള ഒരു മാനസിക മൂഡ് ആളുകൾക്കിടയിൽ ഉണ്ടാവില്ല. ഇപ്പം ഞങ്ങളൊക്കെ നിൽക്കും പോലെ ഒരു 1000 പേര് നിന്നാൽ ഇതിൻ്റെ ചിത്രം വേറെയാണ്. പക്ഷെ അങ്ങനെ നിൽക്കാൻ തയ്യാറല്ല. അവന്റെ സ്വത്തിനും ജീവനും ഒക്കെ ഭീഷണിയുണ്ടെന്ന് ജനങ്ങൾക്ക്. പലരും അങ്ങനെ എല്ലാത്തിനെയും അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് നിൽക്കാൻ പലരും തയ്യാറാവില്ല. ഒരിക്കലും ഇല്ല. എന്നുവെച്ചാൽ ഇത്രയും വലിയ ശക്തികളോട് ഏറ്റുമുട്ടുമ്പോൾ അവന്റെ ഓരോ നിമിഷവും ഭീഷണിയിലാണല്ലോ. അപ്പൊ അവൻ നോക്കുമ്പോൾ എന്തിനാണ് എനിക്ക് വേണ്ടി, ജനത്തിന് വേണ്ടി തന്നെ ചെയ്യുന്നത്. ഞങ്ങളെപ്പോലെ കുറച്ച് പേർക്ക് അത് പ്രശ്നമല്ല, ഞങ്ങളത് നേരിടുന്നു, അത്രേ ഉള്ളൂ. ഒന്നും സംഭവിക്കില്ല എന്ന് വിചാരിച്ചിട്ടൊന്നും അല്ല, സംഭവിച്ചേക്കാം. എങ്കിൽ പോലും ഞങ്ങളുടെയൊക്കെ ഒരു ബ്ലഡ് അങ്ങനെയാണ് സെറ്റ് ചെയ്ത് പോന്നേക്കണേ. അതുകൊണ്ട് നമ്മൾ ആ നിൽക്കുന്ന ലെവലിൽ തന്നെ. അല്ല, ആ തരത്തിൽ രക്തവും മാംസവും പ്രത്യേക രീതിയിൽ ഉണ്ടാക്കിയെടുത്ത, അല്ലെങ്കിൽ ആ രീതിയിൽ ഉരുവപ്പെടുത്തിയ ആളുകളാണല്ലോ ലോകത്തെ മാറ്റിമറിച്ചത്. തീർച്ചയായിട്ടും, അല്ലേ? അല്ലെങ്കിൽ ലോകം ഇവരുടെയൊക്കെ ഇംഗിതത്തിന് വഴങ്ങി എന്നെ മറ്റൊരു ലോകമായി മാറിയേനെ. അപ്പൊ നമ്മൾ കാണുന്ന അടിമച്ചങ്ങലകൾ നീട്ടിയുടപ്പാൻ, അഭിനവ ലോകം നിർമ്മിക്കാൻ ആശയ്ക്കൊത്തു തുണച്ചു ഞങ്ങളെ എന്ന് കവി പറയുന്നുണ്ട്. ആ ആശയ്ക്കൊത്ത് തുണച്ചത് സത്യത്തിൽ നിങ്ങളെപ്പോലുള്ള ആളുകളാണ്, തീർച്ചയായിട്ടും. അപ്പൊ അത് ഭീഷണിയുടെ പുറത്തോ
അല്ലെങ്കിൽ വെടിയുടെ ഒക്കെ മുന്നിൽ പതറാതെ നിന്ന ഒരു ജനതയുടെ പിന്മുറക്കാരാണ്. അതെ. അപ്പോൾ അത് സമരം ചെയ്യേണ്ടി വരുന്നത് പലപ്പോഴും ഒരു ഇടതുപക്ഷ ആശയങ്ങളോടാണ് എന്നുള്ളതാണ് ഏറെ ബുദ്ധിമുട്ടല്ലേ? തീർച്ചയായിട്ടും അല്ലെങ്കിൽ ഈ സമരമൊക്കെ 10 കൊണ്ട് വിജയിപ്പിച്ചെടുക്കാൻ പറ്റും. ഒരു വലിയ ശക്തി സംവിധാനത്തോടാണ് അത് ഏറ്റുമുട്ടേണ്ടി വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ. അതൊരു വലതുപക്ഷ ആശയങ്ങളോടായിരുന്നുവെങ്കിൽ കുറെ കൂടി പിന്തുണ നിങ്ങൾക്ക് കിട്ടുകയും വിജയിപ്പിക്കാൻ പറ്റുമായിരുന്നു. ഇതിനെ ഇങ്ങനെ എപ്പോഴും ഒരു നിസ്വപതിത പക്ഷത്ത് നിൽക്കുന്ന ഒരു സർക്കാർ ആ ആശയങ്ങളോട് എല്ലാ കാലത്തും കൂറു പുലർത്തിയിട്ടുള്ള ഒരു ഗവൺമെന്റിനെതിരെ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ചില പ്രതിസന്ധികൾ നേരിടേണ്ടി വരും. ഉറപ്പായിട്ടും അല്ലേ? ഒന്നാമത് അവരിൽ നിന്ന് കിട്ടുന്ന പിന്തുണ കുറവായിരിക്കും. അതെ. പിന്നെ ആശയപരമായി ഇതിനെ നേരിടാനും അവർക്ക് കഴിയും. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ആശയപരമായി നേരിടാനുള്ള അവരുടെ ആ മിഷണറി ഭയങ്കരമായിട്ട് നമ്മളെ വിഷമിപ്പിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന സത്യം വളരെ ക്ലിയറായിട്ട് തന്നെ നമുക്കും പറഞ്ഞു പോകാൻ പറ്റുന്നു എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ നിലനിൽക്കുന്നത്. അല്ലെങ്കിൽ 10 കൊണ്ട് ഞങ്ങളൊക്കെ മുദ്രയടിക്കപ്പെട്ട് വേറെ ഏതെങ്കിലും റിമാർക്കിൽപ്പെട്ട് ഒരാളിപ്പോ ടാർഗറ്റ് ചെയ്യാൻ കൂടുതൽ ഒന്നുമില്ല. ഇപ്പൊ പലയിടത്തും നമ്മളത് കാണുന്നുണ്ട്. ടാർഗറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ നിങ്ങൾ വെച്ചിരിക്കുന്നത് ഡിമാൻഡുകൾ പലതും തന്നെയല്ല. നിങ്ങൾ നിൽക്കുന്നത് വെറുതെ ഒരാശയങ്ങളുടെ മധ്യത്തിലല്ല, ജനങ്ങളുടെ നീറുന്ന പ്രശ്നങ്ങളുടെ മധ്യത്തിലാണ്. ജനങ്ങൾ അനുഭവിക്കുന്ന ക്ലിയർ കട്ടായ, വളരെ വ്യക്തമായ, സുവ്യക്തമായ അവരുടെ ക്ലേശങ്ങളുടെ നടുക്ക് നിന്നിട്ടാണ് നിങ്ങൾ പൊരുതുന്നത്. അത് ജനങ്ങൾക്ക് ബോധ്യമാവുന്നുണ്ട്, തീർച്ചയായിട്ടും ബോധ്യമാവുന്നുണ്ട്. അത് കൂടുതൽ അങ്ങനെ സുവ്യക്തമായ, സുതാര്യമായ ഒരാശയവും കൂടിയാണെങ്കിൽ ഒരു സമര മുദ്രാവാക്യമാണ് നിങ്ങൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അത് ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. അങ്ങ് ആദ്യം സൂചിപ്പിച്ചല്ലോ, സമരങ്ങളുടെ ഒരു പരമ്പരയുമായി മുന്നോട്ട് പോകാൻ സ്വാഭാവികമായി സംഘടനയ്ക്കും വ്യക്തികൾക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. ഇനി നമ്മൾ കോടതിയെ സമീപിക്കുന്ന ആദ്യ സൂചന എന്താണ് ചെയ്യാൻ? 2 കാര്യങ്ങളാണ്. ഒന്നിപ്പോൾ നമ്മൾ ഈ ആഴ്ച തന്നെ IA ഫയൽ ചെയ്യുന്നുണ്ട്. ഈ വിഷയത്തിന്റെ ഗൗരവം ഒന്ന് ഡിസംബറോട് കൂടി എഗ്രിമെന്റ് കാലാവധി അവസാനിക്കുമ്പോൾ ഇവരത് ഒഴിവാക്കി പോകാം. കാരണം അവരുടെ കാരണം കൊണ്ടല്ല തടസ്സപ്പെട്ടേക്കണേ, അവർക്ക് നഷ്ടവും കിട്ടും. അപ്പോൾ അതിലേക്ക് എത്താതിരിക്കാൻ നമ്മൾ ഏറ്റവും അടിയന്തരമായി ഈ ഹർജി വീണ്ടും ഹൈക്കോടതി കൊടുക്കുക ഈ ആഴ്ച. അത് റോഡായതുകൊണ്ട് ഗൗരവത്തിലെടുത്തേക്കും. അപ്പോൾ അതിലൂടെ ഇവരെ പ്രേരിപ്പിക്കുക, ഇതാണ് ഒന്ന് ലക്ഷ്യമിട്ടേക്കുന്നത്. മറ്റൊരു വഴി എന്ന് പറഞ്ഞാൽ ഈ വരാൻ പോകുന്ന ഭരണകൂടത്തിലെ പിന്നെ പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. അതാരാണ് എന്താണെന്നൊക്കെ പരിശോധിച്ച് നമുക്ക് അത് ഈ പ്രതിപക്ഷ നേതാവ് അടിമാലിയിൽ എത്തിയിട്ടുണ്ടായ ഒരു കോൺക്ലേവില് ഈ റോഡുമായി ബന്ധപ്പെട്ടെന്തോ അദ്ദേഹം ഒരു വാഗ്ദാനം മുന്നോട്ട് വെച്ചിട്ടില്ലേ? തീർച്ചയായിട്ടും നമ്മൾ ഈയിടെ പ്രതിപക്ഷ നിരയിലെ എല്ലാവരും കാണുകയും ഞങ്ങളൊരു പൊതു എഗ്രിമെന്റ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതിന് നമ്മൾ വച്ചിരിക്കുന്ന ഒറ്റ പോയിന്റ് 2023 വന ഭേദഗതി നിയമം, കേന്ദ്രം പാസാക്കിയ നിയമത്തെ അടിസ്ഥാനമാക്കി കേരളത്തിലെ മുഴുവൻ പ്രശ്നങ്ങളും തീർക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റോഡ് വിഷയം തീരും, ഈ ഭൂ ഉടമകൾ ആവശ്യപ്പെട്ടിരിക്കണമെൻ്റെ വേണമെന്നുള്ള അങ്ങനെയുള്ള എല്ലാ പ്രശ്നം തീരും. ഇത് ഞങ്ങൾക്കൊരു അവരുടെ പ്രകടന പത്രികയിൽ കൊണ്ടുവരാമെന്നും ആദ്യത്തെ 3 മാസത്തിനകം പരിഹരിക്കേണ്ടുന്ന ഒരു ലിസ്റ്റിൽ ഈ റോഡ് അടക്കമുള്ള കാര്യങ്ങളുണ്ട്. ആദ്യത്തെ 3 മാസം ഭരണം കിട്ടിയാൽ. ഒരു കാര്യം ചെയ്യട്ടെ, ഈ ഗവൺമെന്റ് ഒരുപക്ഷെ വളരെ ബോധപൂർവം ജനങ്ങളെ ദ്രോഹിക്കണമെന്ന് വിചാരിച്ച് ചെയ്യുന്നതാവില്ല. ഒരുപക്ഷെ ഏതോ കാര്യത്തിൽ കുടുങ്ങിക്കിടക്കുന്നതാവും. ഈ കുടുങ്ങൽ സത്യത്തിൽ അടുത്ത ഗവൺമെന്റ് അതേ രീതിയിൽ ബാധകമാവുമോ? ഇതിൽ കുടുങ്ങിയിട്ടില്ല. അതാണ് ഞങ്ങൾ ഇതിന്റെ എല്ലാ ആഴങ്ങളിൽ പോയി പരിശോധിച്ചേക്കണം. ഇത് കുടുങ്ങിയതല്ല, ഇതൊരു മനോഭാവമാണ്. ഒരു ജനതയോട് നീതി കാണിക്കാൻ പറ്റില്ലെന്നുള്ള കുറെ പൈസയ്ക്ക് വേണ്ടി മാത്രം നിഷേധിച്ച് നിൽക്കുന്നതാണ്. അത് ഈ ഭരണകൂടം വരുന്നെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. അല്ല എങ്കിൽ ഞാൻ ഗ്യാരണ്ടി പറയുന്നു, 3 മാസത്തിനകം ഞങ്ങൾ ഇതെല്ലാം പരിഹരിച്ചിരിക്കും. ഉറപ്പായിട്ടും. നിങ്ങൾ അത്രമേൽ ആ കാര്യത്തിൽ ഉറപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ എൻ്റെ ഉള്ളിൽ ആഴത്തിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു ഘടകകക്ഷി നേതാവിനെ കാണാത്തതില്ല. എല്ലാവരുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്, ഇത് പഠിച്ചിട്ടുണ്ട്. അവരൊരു എഗ്രിമെന്റിലേക്ക് എത്തിയിട്ടുണ്ട് ഞങ്ങൾ തമ്മിൽ. അങ്ങേക്ക് അറിയാമല്ലോ, അല്ലെങ്കിൽ തന്നെ നമുക്ക് ഓരോരുത്തർക്കും അറിയാമല്ലോ, ഇപ്പൊ നേര്യമംഗലം തൊട്ട് വളരെ വരെയുള്ള ഈ റോഡ് ഈ വീതി കൂട്ടാതെ ഗതാഗതം സാധ്യമല്ല. സാധ്യമല്ല. മറ്റുള്ള റോഡുകളൊക്കെ വികസിച്ച് കിടക്കുകയും അവിടെ മാത്രം പെട്ടെന്ന് തന്നെയല്ല സാറേ, ഇപ്പൊ അവർ പറയുന്നു ഞങ്ങൾ കുഴിയടയ്ക്കാന്ന്. കുഴിയടയ്ക്കലല്ല അവിടെ സമരത്തിന്റെ പ്രശ്നം. 2 സൈഡും വീതി എടുത്തിട്ട് കുഴിച്ചിട്ടിരിക്കുന്നു. അതിന്റെ അടുക്ക കുഴിയടച്ച് മാത്രം പോയിട്ട് നമുക്ക് പ്രയോജനമില്ല. അപകടകരമായ നിലയിലാണത്. അവിടെ അപ്പുറത്തുനിന്ന് വളരെ വീതിക്ക് റോഡ് വരുന്നു, ഇവിടുന്ന് റോഡ് വരുന്നു, പെട്ടെന്ന് കുപ്പിക്കഴുത്ത് പോലെ ഒരു ഭാഗം വനപ്രദേശം ഇങ്ങനെ കിടക്കുന്നു. അതൊക്കെ വളരെ ദുരന്തം ഉണ്ടാക്കുന്നതാണ്. തന്നെയല്ല ഒരു നാടിന്റെ വികസനത്തിന് യോജിച്ചതുമല്ല. ഇപ്പൊ പോകുന്ന പോക്കുകളിലെങ്കിലും ഞങ്ങൾ ഉറപ്പായിട്ടും പറയുന്നു, ഇതിന്റെ അന്ത്യം കാണുന്നവരെ ഞങ്ങൾ അതിന്റെ അങ്ങേയറ്റം വരെയുള്ള എല്ലാ വഴികളും സ്വീകരിക്കും.
ഈ ഹൈക്കോടതി വിട്ട് പിന്നെ മേൽക്കോടതിയിലേക്ക് അങ്ങനെയൊന്നുമില്ല. അങ്ങനെ പോകാൻ പറ്റില്ല. കാരണം ഇപ്പോൾ ഇരിക്കുന്ന കേസ് തുടരുവാണ്, കേസ് അവസാനിച്ചിട്ടില്ല. അപ്പോൾ ഇദ്ദേഹം ചെയ്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞ ഒരു കോടതി അലക്ഷ്യ. അടിയന്തര ഉത്തരവിട്ട് കോടതിയിൽ 2 മാസത്തിൽ കൊടുക്കാൻ പറ്റും, 3 മാസം കഴിഞ്ഞു. അത് ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം. ഇപ്പോൾ കേസൊന്നും മരവിച്ചിരിക്കുന്നത് ആ ചീഫ് ജസ്റ്റിസ് ഈ കഴിഞ്ഞ 10-ാം തീയതി ജനുവരി 10 വിരമിച്ചു. പുതിയ ആളാണ് വന്നേക്കണത്. ആ ഒരു തടസ്സം ഞങ്ങൾക്കുള്ളൂ. ഒന്ന് പഠിക്കണം, കേസൊന്ന് പഠിക്കേണ്ട ഒരു അത്രേ ഉള്ളൂ. ഉടനെ തന്നെ ഹൈക്കോടതി വഴി ഞങ്ങളിത് മൂവ് ചെയ്ത് സാധനം ഉയർത്തിക്കൊണ്ടുവരും. ഇത് വിടുന്ന പ്രശ്നം ഉദിക്കുന്നില്ല സാർ. ഇത് തീർച്ചയായിട്ടും ഇതൊരു കോടതി അലക്ഷ്യം എന്ന നിലയിലേക്ക് വരികയും ഒപ്പം തന്നെ ഇതിന്റെ പ്രാധാന്യം കോടതി ചൂണ്ടിക്കാട്ടിയതാണെന്ന് ഓർക്കണം. അതെ അല്ലേ? അതെ. എന്നിട്ടാണത് വീണ്ടും ഈ നിലയിലേക്ക് പോവുക എന്നുള്ളത്. കഴിഞ്ഞ പ്രാദേശിക തെരഞ്ഞെടുപ്പുകളിലൊക്കെ നിങ്ങൾ ഉയർത്തിയ പ്രശ്നങ്ങൾ ജനങ്ങൾ ശിരസ വഹിച്ചിട്ടുണ്ട്, അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, പലതും ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട് വരുന്ന ഒരു സമയം കൂടിയാണ്. അത് നിങ്ങളുടെയൊക്കെ ഒരു പരിശ്രമം അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു, അല്ലാതെ ചുമ്മാ ബോധ്യപ്പെട്ടതല്ല. തീർച്ചയായിട്ടും നാളുകളിൽ സമയം അവസാനിക്കുന്നതുകൊണ്ടാണ്. നാളുകളിൽ ഇതൊരു വലിയ പ്രശ്നമായി വരാതെ ഇത് പരിഹരിക്കപ്പെടുമെന്ന് തന്നെ നമുക്ക് വിചാരിക്കാം, അല്ലേ? തീർച്ചയായിട്ടും. വളരെ സന്തോഷമുണ്ട് സ്റ്റുഡിയോയിലെത്തുകയും ഈ പരിപാടികൾ ഇതിനെ സംബന്ധിച്ച് സംസാരിക്കാൻ സ്റ്റുഡിയോയിലെത്തിയാലും. ചർച്ചകൾ ഒന്നിനും പൂർണ്ണ പരിഹാരമല്ലെന്നറിയാം, പക്ഷേ ജനങ്ങൾ ഇതിൻ്റെ വസ്തുത അറിയേണ്ടതുണ്ട്. ശ്രീ ശൂരവേലി പറഞ്ഞ ഒട്ടേറെ രഹസ്യവും നിഗൂഢവുമായ കാര്യങ്ങൾ ജനങ്ങൾക്ക് ബോധ്യപ്പെടേണ്ടതുണ്ട്. സമരമുഖത്ത് നിന്നും നൂറുകണക്കിന് ആളുകൾ ഈ വിവരങ്ങൾ അറിയുമ്പോൾ അത് പൊതുജനത്തിലേക്ക് വ്യാപിക്കുന്നുമുണ്ട്. സത്യം ജനങ്ങൾ തിരിച്ചറിയട്ടെ. എന്തായാലും നമ്മുടെ റോഡ് നന്നായേ പറ്റൂ. NH സംരക്ഷണ സമരസമിതിക്ക് എല്ലാ ഭാവുകങ്ങളും.